എല്ലാവർക്കും നമസ്കാരം. നരേന്ദ്രമോദി എന്ന ഗുജറാത്തുകാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താവും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഒരു വ്യക്തി പറഞ്ഞേക്കാം. ഇദ്ദേഹം ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഈ കേരളത്തില് 70 സ്ഥലത്ത് ഇടി എന്നെയും കൂടി റെയ്ഡ് നടത്തി. കേരള പോലീസ് വരെ അറിയില്ല, ഒരു രാഷ്ട്രീയക്കാരനും അറിയില്ല, ആരും അറിയാതെ ഓരോ ഈ കുഞ്ഞിനെ പരന്തു കൊണ്ടുപോകുന്നവരെ പൊക്കിക്കൊണ്ട് 200 ശതമാനം ആൾക്കാരെ കൂട്ടി. ഇന്ന് അവരെവിടെയാണെന്നറിയില്ല. അവർ സ്വത്തുക്കൾ കണ്ടെത്തി. പാലായില് അരിയും മലരും സൂക്ഷിച്ചോ, ഒന്നിരിക്കും വാങ്ങി മേടിച്ച് വെച്ചോളൂ എന്ന് പറഞ്ഞത് വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്ന് പറഞ്ഞ് നിങ്ങൾ മറന്നോ? ഇന്നൊക്കെ ആ കാലൻ എവിടെയാണെന്ന് അറിയില്ല, അവരുടെ വീട്ടുകാർക്ക് അറിയില്ല. ആ കാലൻ ഇവിടുന്ന് മറന്നുപോയി. ആ കൊച്ചിനും ഇവിടെ ഉണ്ട്, ഈ രാജ്യവട്ടരുണ്ട്. പക്ഷെ അത് ജയിച്ചവര് ഒക്കെ ആളകത്ത് പോയിട്ടുണ്ട്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ആള്, അതായത് വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് മൻമോഹൻ സിംഗ് ഭരണകാലത്ത് നിയമം ഭേദഗതി ചെയ്തത്രേ. നിയമം ഭേദഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഖഫ് ബോർഡ് 2 സാക്ഷികളെ വെച്ചിട്ട് ഒരു സ്ഥലത്തിന് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, വഖഫ് വക സ്ഥലമാണ്, ദൈവത്തിന് കൊടുത്തേക്കണേണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സാക്ഷികൾ ഉണ്ടെങ്കിൽ അത് വഖഫിൻ്റെത് ആയിട്ടില്ല. പക്ഷേ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥര് ഈ വഖഫിന്റെ തന്നെ കോടതിയിൽ പോയിട്ട് അവരുടെ ചേംബറിൽ പോയിട്ട് വേണം ഇത് വഖഫിന്റെ അല്ല, ഇത് ഞങ്ങളുടെ പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭൂസ്വത്താണ് എന്ന് തെളിയിക്കണം. ഇത് അവരുടെ കോടതിയിൽ അവർ പറയുന്ന കോടതിയിൽ വിധി വരണം. ശരിക്കും ഇങ്ങനെ കേൾക്കുമ്പോൾ സുപ്രീം കോടതിയിലും വലിയൊരു കോടതിയാണോ വഖഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ വോട്ടിനും രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടി ഇന്ത്യ ഭരിക്കാൻ വേണ്ടി എന്ന് വേണമെങ്കിലും പറയാം, കോൺഗ്രസ് ആണ് ഇത് കൊണ്ടുവന്നത്, ഈ ഒരു നിയമം. ശരിക്കും പാകിസ്ഥാൻ എന്ന രാജ്യം മുസ്ലിം രാജ്യമാക്കണം എന്ന് പറഞ്ഞപ്പോൾ, അതായത് മതാടിസ്ഥാനത്തിൽ ഒരു രാജ്യമാക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ ഭംഗിയായി തന്നെ അവരുടെ വീതം തന്നെ പോലെ തന്നെ പാകിസ്ഥാൻ മുറിച്ചു കൊടുത്ത്, അതായത് ബ്രിട്ടീഷുകാരും എല്ലാവരും കൂടിയിട്ട് മുറിച്ചു കൊടുത്ത് ഭാരതത്തെ വെട്ടി മുറിച്ച് അവരുടെ ഭാഗം കൊണ്ടുപോയിട്ട് കുറച്ചു പേരെ ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വഖഫ് എന്നൊരു നിയമം ഇവിടെ കൊണ്ടുവന്നു. അവർ ക്ലെയിം ചെയ്യുന്ന സ്ഥലത്തൊക്കെ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലെയിം ചെയ്യണവരെ പെട്ട് ഇപ്പൊ മുനമ്പത്തേക്ക് അവസ്ഥ അതാണ്. പാരമ്പര്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, അവർ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്, പ്ലസ് അവരുടെ അതിന് ആധാരങ്ങൾ പോലും ഉണ്ട്. പക്ഷെ ഇന്നത് ക്രയവിക്രയം ചെയ്യാനോ ഒരു ലോൺ എടുക്കാനോ കുട്ടികളെ പഠിപ്പിക്കാനോ ഒരു പെൺകൊച്ചിന്റെ കല്യാണം നടത്താനോ ഒന്നും പറ്റാത്ത അവസ്ഥ. അപ്പൊ ആദ്യം പറഞ്ഞില്ലേ, കോൺഗ്രസ് ആണ് ഈ കാലഘട്ടത്തിൽ, അതായത് നരേന്ദ്രമോദി വന്നില്ല, ഇവിടെ കോൺഗ്രസ് തന്നെയാണ് കണ്ടിന്യൂ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലുള്ള അവസ്ഥ സാധാരണ അതായത് ഇതൊക്കെ ചെറിയ നാട്ടിൻ പുറത്ത് ചായക്കടയിലൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഏതൊരാൾക്കും, അതായത് ഇപ്പൊ നിലവിൽ സോഷ്യൽ മീഡിയ ഒക്കെ വൺ പ്രചാരം നേടുന്ന സമയമാണ്. എന്ത് കാര്യവും അപ്ഡേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഏതൊരാൾക്കും ചിന്തിച്ചറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് വഖഫ് ബോർഡിന് വേണ്ടി നിയമങ്ങൾ ഭേദഗതി ചെയ്ത് അവർക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് വേണം കരുതാനായിട്ട്. ദേശീയ രാഷ്ട്രീയത്തിലാണ്ടോ, അതായത് ഇന്ത്യ വെട്ടിമുറിച്ച് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇവിടെ വീണ്ടും ഒരു പാർട്ടി ഇന്ത്യൻ മുസ്ലിം ലീഗ്, ഈ ഇന്ത്യൻ മുസ്ലിം ലീഗ് തന്നെ ആയിരുന്നു ഭാരതത്തെ വെട്ടിമുറിക്കാൻ ഇടയാക്കിയത് എന്ന് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്ത്യൻ മുസ്ലിം ലീഗ് ഒരു ജാതിയുടെ ഒരു മതത്തിന്റെ പേരിൽ ജനാധിപത്യ, അതായത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഭാരതത്തിൽ അതായത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടി പോലും ഉണ്ടായിട്ട് ആരും ചോദ്യം ചെയ്തില്ല. ആ പാർട്ടിയെ പറയല്ല, അതുമാതിരിയുള്ള പാർട്ടികൾ കൂണുപോലെ മുളച്ചു വരികയും കേരളത്തിൽ ഇതിന് വേരോട്ടം ഉണ്ടാവുകയും ചെയ്തു. ലോകത്ത് എവിടെ ഒരു ഭീകരവാദം ഉണ്ടായാലും അതിന്റെ വേരുകൾ പണ്ടൊക്കെ കേരളത്തിലൊന്നും നിൽക്കുമായിരുന്നു. കേരളത്തിൽ, അതായത് ആടുമേയ്ക്കാൻ പോകാൻ പോലും ഇവിടെ കേരളത്തിൽ നിന്ന് എത്ര യുവാക്കൾ പോയിന്ന്, എന്തിനു പറയുന്നത്, നമ്മുടെ കൊച്ചിയിൽ നിന്ന് തന്നെ യുവാക്കൾ പോയതായിട്ടുള്ള അറിവുകളെല്ലാം നമ്മൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ പോണത്, നമ്മൾക്കാർക്കും പോകാൻ തോന്നുന്നില്ലോ എന്ന ചോദ്യത്തിനാണ് ഇവിടെ പ്രസക്തിയുള്ളത്. കാരണം കേന്ദ്രം ഭരിച്ച് ഇവിടെ അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത്, അനുകൂല ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത കൂട്ടാണ് ശരിക്കും, അങ്ങനെ വേണം പറയാനായിട്ട്. അങ്ങനെ കൊടുത്തിട്ട് മുളകും അതിപ്പോ ഇദ്ദേഹം പറഞ്ഞോട്ട് കാത്തുവെച്ചോളാൻ, അതായത് മരണത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാലന്മാര് വരുന്നുണ്ടടാ നിങ്ങളുടെയൊക്കെ കാലന്മാരെന്ന് അങ്ങനെ പറഞ്ഞ് നാക്കെടുത്ത് അകത്തേക്ക് ഇട്ടില്ല. കാലന്മാര് തന്നെ വന്ന് എല്ലാത്തിനെയും എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം കേട്ടോ, അന്ന് ഇവിടെ മൻമോഹൻ സിംഗ് പോലെ ഒരു പ്രധാനമന്ത്രിയാണ് ഭരിച്ചിരുന്നെങ്കിൽ
കേരളത്തിലെ ഇന്നത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താവുമെന്ന് ചിന്തിച്ചാൽ മതി. വഖഫ് ഭൂമി കൈവശം വെച്ചു എന്ന് പറഞ്ഞ് ക്രിമിനൽ കേസ് വരെ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന്. ഇതിപ്പോ അതിന് ഹൈക്കോടതി തടയിട്ടുണ്ട്. എല്ലാവരും ആ വാർത്ത കണ്ടിട്ടുണ്ടാവും. അതായത് വഖഫ് ബോർഡിന്റെ കൈവശമുള്ള സ്ഥലങ്ങൾ, അതായത് അവർ ക്ലെയിം ചെയ്യുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ക്രിമിനൽ കേസാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ നരേന്ദ്രമോദി അല്ല, ഈ വക മൻമോഹൻ സിംഗ് പോലുള്ള ആൾക്കാരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ക്രിമിനൽ കേസിൽ ജാമ്യം എടുക്കാൻ പോലും അവരുടെ സ്വന്തം സ്ഥലം ത്തിന്റെ ആ കരം തീർത്ത രസീത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായേനെ. ആ ക്രിമിനൽ കേസ് നടപടികൾ, അതായത് ക്രിമിനൽ കേസ് നടപടികളിലേക്ക് കടന്നിരുന്നു. പക്ഷെ അതെല്ലാം മുൻകാല പ്രാബല്യത്തിൽ എടുക്കാൻ പറ്റില്ല, അത് നടപടിയില്ല, അതിന് നിയമസാധുതയില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞ ഒരു വാർത്തയാണ് അടുത്ത കാലത്ത് മുനമ്പൻ നിവാസികൾ പോലെയുള്ള പലർക്കും ആശ്വാസകരമായത്. നിത്യേന, അതായത് കടലിൽ പോയിട്ട് മണ്ണിനോടും കടലിനോടും മല്ലടിച്ച് ജീവിക്കുന്നവരാണ് മുനമ്പൻ നിവാസികൾ പാരമ്പര്യമായിട്ട്. അവരെ കൊണ്ടൊന്നും മലയെ കൊണ്ടൊന്നും താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ പറ്റില്ല. എന്നിട്ട് അങ്ങനെയുള്ളവരുടെ പാവപ്പെട്ടവരുടെ ഏതാണ്ട് 400ഓളം ഏക്കറുകളുണ്ടാവും, ഒന്നും രണ്ടും അല്ല. ഒരു കോളേജിന്റെ പേരിൽ വഖഫിന്റെ എന്നും പറഞ്ഞിട്ട് ഇപ്പൊ വഖഫ് പേരിൽ അവിടെ താമസിച്ചതിന് ക്രിമിനൽ കേസ് വരും അത്രേ. ഇതെല്ലാം ഇവർക്ക് ഇതുപോലെ ക്രിമിനൽ കേസ് വരുത്താനുള്ള ഇവിടെ നിയമാടിസ്ഥിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നിയമമാണ് ഏറ്റവും വലുത്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒന്നുമല്ല ഇവിടെ ഏറ്റവും വലുത്. ഭാരതത്തിൽ നിയമമാണ് ഏറ്റവും വലുത്. ആ നിയമം ഭേദഗതി ചെയ്ത് ആരും അറിയാതെ, അന്ന് ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ ഒരു വഖഫ് ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര വലിയ കാര്യമായിട്ട് കാണില്ല. പക്ഷെ ഇന്ന് ഭാരതത്തിൽ എടുത്തു നോക്കിയാൽ വഖഫിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും വഖഫ് ഭൂമി എവിടെയൊക്കെയാണ്. ഇനി നമ്മുടെ സ്വന്തം സ്ഥലം, നമ്മുടെ പേരിലുള്ള സ്ഥലമൊക്കെ വഖഫിൻ്റെതാണോ എന്നൊക്കെ നമ്മൾ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി എങ്ങനെ നമ്മുടെ അവിടെ ഉണ്ടെങ്കിൽ നൂലാമാല എന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കി എടുക്കാൻ പറ്റില്ല. അതാണ് വഖഫിന് എതിരെ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. എതിരെ അല്ല, ശരിക്കും ഇതൊരു ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലോ ഒരു മതത്തിനെതിരെ ഒന്നുമല്ല. പക്ഷെ പല മതസ്ഥരും, അതായത് പല മതവിഭാഗങ്ങളിൽ പെട്ടവരും വന്നിട്ട് ഇതിനെ വെള്ളപൂശണ ഒരു കാഴ്ച, അതും സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പലരും വന്നിട്ട് വഖഫിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും വെള്ളപൂശണ നിലപാട് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു കാര്യം ചിന്തിച്ചോ, വഖഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാക്കന്മാർ എഴുതി കൊടുത്ത്, അതായത് രാജാക്കന്മാർ കൃഷി ചെയ്യാൻ കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യ സ്വതന്ത്രമായി, ഭാരതം സ്വതന്ത്ര ആയി 1947 ആഗസ്റ്റ് 15-ന്. ഈ സ്വാതന്ത്ര്യമായി കഴിഞ്ഞപ്പോൾ അന്ന് വരെയുള്ള എല്ലാ നിയമങ്ങളും, അതായത് ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറിയിലുള്ള എല്ലാ നിയമങ്ങളും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് പുതിയ നിയമവ്യവസ്ഥിതി, പുതിയ ഭാരതത്തിന് പുതിയ നിയമങ്ങൾ വരികയാണ് ചെയ്തത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോണേ എന്നിരിക്കെ ഇത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഒന്നുകൂടി പുതുക്കി കൊടുത്തെന്നാണ് പറയുന്നത്. അത് ശരിക്കും ഭാരതത്തിലെ ഒരു ഒറിജിനൽ അവകാശികളോട് ചെയ്ത കൊടും ചതി എന്ന് വേണം പറയാനായിട്ട്. അതായത് അവകാശികൾ ആരാണെന്ന് ഞാൻ പറയണില്ല, പക്ഷെ ഭാരതത്തിന്റെ യഥാർത്ഥ അവകാശികൾ, ഇവിടുത്തെ മണ്ണിന്റെ അവകാശികളോട് ചെയ്ത ഏറ്റവും വലിയ കൊടും ചതി. അതായത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് വാരിക്കോരി കൊടുത്ത് വോട്ട് വാങ്ങിച്ച്, അതായത് അധികാരം നിലനിർത്താൻ വേണ്ടി ചെയ്ത അതായത് തേർഡ് റേറ്റ് സിനിമകളിൽ പോലും കാണാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ്, ഒരു ചതിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടന്നത് എന്ന് വേണം കരുതാനായിട്ട്. കാരണം ജനാധിപത്യ രാജ്യമാണ്, മതേതര രാജ്യമാണ്, എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം കൊടുത്തു. പാകിസ്ഥാൻ മുസ്ലിം രാജ്യമായപ്പോൾ ഭാരതത്തിന് വേണമെങ്കിൽ ഹിന്ദു രാജ്യമാകാമായിരുന്നു. പക്ഷെ മതേതര രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ മതേതരത്തെ ലോകത്തിന് മുമ്പിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. ഈ പറഞ്ഞ ജാതി വ്യവസ്ഥയിലേക്ക് പോയ പാകിസ്ഥാന്റെയൊക്കെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. അപ്പൊ ശരീഅത്ത് നിയമോ കാര്യങ്ങളൊന്നും ഇവിടെ ബാധകമല്ല. അതൊക്കെ പാകിസ്ഥാനിലോ തുർക്കിയിലോ ഇന്തോനേഷ്യയിലോ എവിടെ വേണമെങ്കിലും പോയി കാണിച്ചോ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ ഭാരതത്തില് ഇവിടുത്തെ മണ്ണിന്റെ അവകാശികൾ ഇവിടെ പരമ്പരാഗതമായിട്ട് ജനിച്ചു വളർന്നവരാണ്, ഇവിടെ മതം വളർത്തിയവരല്ല. അപ്പൊ അതുകൊണ്ട് ഈ വഖഫെന്നോ ഇനി എന്ത് വന്നാലും ശരി, അത് ദൈവത്തിന്റെ അനുഗ്രഹം പോലെയാണ് ശ്രീമാൻ നരേന്ദ്രമോദിജി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി വന്നത് എന്ന് വേണം തന്നെ പറയാനായിട്ട്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.